ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിന്റെ പരിഷ്കരണത്തിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്ന അഭിഭാഷകൻ, ഇന്ത്യയിലെ കോടതികളിൽ ജഡ്ജിമാരെ നിയമിക്കുന്ന കൊളീജിയം സംവിധാനത്തിനെതിരെ ഏറ്റവും ആദ്യം നിയമയുദ്ധം ആരംഭിച്ചത് അഡ്വക്കേറ്റ് മാത്യു ജെ നെടുമ്പാറയായിരിക്കും ഒരുപക്ഷെ. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം. സാർ, സ്വാഗതം. ജുഡീഷ്യൽ സിസ്റ്റത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട്, അതായത് കൊളീജിയം എന്ന് പറയുന്ന സംവിധാനത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് അങ്ങേ ആദ്യമായിട്ട് പ്രേരിപ്പിച്ചത് എന്താണ്? എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇതിനെതിരെ അപ്പീലിന് പോകുന്നത് അങ്ങാണെന്ന് തോന്നുന്നു, അല്ലേ? ഇതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ആദ്യത്തെ കൊളീജിയം സിസ്റ്റം, ഞാൻ ഒരു സ്ട്രോങ് ആയിട്ടൊരു ഭാഷ ഉപയോഗിക്കുന്നു, ക്ഷമിക്കണം. കൊളീജിയം സിസ്റ്റം ഈസ് എ സിനോണിം ഫോർ നെപ്പോട്ടിസം ആൻഡ് ഫേവറിറ്റിസം. ഈ ഞാൻ ഒരു നെപ്പോട്ടിസം, ഫേവറിറ്റിസം, ഈവൻ കറപ്ഷൻ. അപ്പം അതിൽ പകരം എന്താ സിസ്റ്റത്തെ പറ്റി, അത് അങ്ങേയറ്റം ജീർണിച്ച് പോയ, അങ്ങേയറ്റം തെറ്റായിട്ടുള്ള, നിയമപരമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടും അതിൻ്റെ പ്രായോഗിക തലത്തിലും എല്ലാ രീതിയിലും ഏറ്റവും മോശമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് എത്രയും വേഗം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ NJAC എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് NJAC ഒരു allow it to take birth. That was not allowed. ഈ കൊളീജിയത്തിനെ കുറിച്ച് എപ്പോഴും ഉയരുന്ന പരാതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങ് തന്നെ കുറേ സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്, അതിനെതിരെയാണ് അങ്ങ് അപ്പീലിലും പോയിട്ടുള്ളത്. ബേസിക്കലി എന്താണ് ഇതിന് ഉള്ള പോരായ്മ? എന്താണ്? കൊളീജിയം എന്ന് പറഞ്ഞാൽ ജഡ്ജിമാരെ തന്നെ സെലക്ട് ചെയ്യുന്നു. അല്ല, പക്ഷെ അവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രീയ, അതായത് ജുഡീഷ്യറിക്ക് ഒരു സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യം ഉണ്ടാവണമെങ്കിൽ അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവരുത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത് രൂപീകരിക്കാനുള്ള കാരണം തന്നെ. അതിനകത്ത് അതിന് ആ ക്വസ്റ്റിനെ പറ്റി മറുപടി പറയാൻ കൂടുതൽ സമയം എടുക്കും, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എല്ലാം വളരെ ബ്രീഫായിട്ട് പറയാം. നമ്മൾ ജനാധിപത്യ രാജ്യമാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്, ജഡ്ജിമാരെ അപ്പോയിൻറ്റ് എന്ന് പറയുന്നത് ജുഡീഷ്യൽ എക്സിക്യൂട്ടീവ് ഫങ്ഷനാണ്. അത് ഭരണഘടന ഉണ്ടാക്കിയവർക്ക് ഇതിനെപ്പറ്റി ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജഡ്ജസിനെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൺസൾട്ട് ചെയ്യുന്നത്. ഇപ്പം ഹൈക്കോടതി ജഡ്ജിൻ്റെ കാര്യത്തിലാണെങ്കിൽ ദി പ്രസിഡന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ and the chief justice of the state and the governor of the state concerned shall by warrant appoint. അപ്പോൾ ചീഫ് ജസ്റ്റിസിനെയും ഗവർണർ സ്റ്റേറ്റ് ഗവൺമെൻറ് അവരെ കൺസൾട്ട് ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്തത്. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ. ഇത് തെറ്റാണെങ്കിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റണം. കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റാൻ കോടതിക്ക് അധികാരമില്ല. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ റീറൈറ്റ് ചെയ്തിട്ടാണ് ഈ കൊളീജിയം കൊണ്ടുവരുന്നത്. അത് അങ്ങേറ്റം തെറ്റാണ്. 2015 ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. NJC ആക്ട് കൊണ്ടുവന്നതാണല്ലോ 2014. പിന്നെ 2015 അത് എന്താണ് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അപ്പോൾ ഈ കൊളീജിയത്തെ പറ്റി അങ്ങേറ്റം ആക്ഷേപം വന്നു. കൊളീജിയം പ്രധാനമായിട്ടുള്ള ആക്ഷേപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പോയിൻറ്റഡ് ദി കിത്ത് ആൻഡ് കിൻ ഓഫ് ദി ജഡ്ജസ്, സീനിയർ ലോയേഴ്സ്, പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള പവർഫുൾ. ഇനി കുറച്ചുകൂടി പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അതായത് ഞാൻ ചീഫ് ജസ്റ്റിസാണ്, ഞാൻ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററാണ്, ചീഫ് മിനിസ്റ്ററാണ്, എൻ്റെ മകന് എൻ്റെ മരുമകന് 40 വയസ്സായത്, അവനെ ജഡ്ജിയാക്കണം. അപ്പോൾ അതേപോലെയല്ല ജഡ്ജിമാരുടെ പോസ്റ്റ്. ജഡ്ജിമാരെ പറ്റി സത്യം പറഞ്ഞാൽ ഇപ്പോൾ ജഡ്ജിമാർ ഒരുവിധം ചക്രവർത്തിമാരാണ്. പാർലമെൻറ്റ് ഒരു ജുഡീഷ്യൽ ഇൻഫീരിയർ ട്രൈബ്യൂണലാണ്. എക്സിക്യൂട്ടീവ് ജഡ്ജിമാരെ വന്നിക്കുന്ന അവരുടെ സബോർഡിനേറ്റായിട്ട് മാറിയിരിക്കുന്നു. അപ്പം ഇവരെല്ലാവരും പാർലമെൻറ്റിനും എക്സിക്യൂട്ടീവിനും ഒക്കെ അതീതമായിട്ടുള്ള ഒരു ചക്രവർത്തിയാണ് ജഡ്ജി. അതെല്ലാം PAL മുഖേനയാണ് വന്നത്. അപ്പോൾ അതെല്ലാം എന്തുകൊണ്ട് PAL തെറ്റാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ PAL തെറ്റാണ്. അതിനെപ്പറ്റി താല്പര്യ ഹർജികൾ തെറ്റാണ്. അതിനെപ്പറ്റി പറഞ്ഞ സമയം വേണം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ. പ്രോബോണോ ലിറ്റിഗേഷൻ ശരിയാണ്, പൊതു താല്പര്യ ഹർജികൾ തെറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ NJAC പറ്റി പറയാം, അന്നേരം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ കൊളീജിയം വന്നു കഴിഞ്ഞപ്പോൾ ജഡ്ജസ്മാർ അവരുടെ മക്കളെയും ബന്ധുക്കളെയും അപ്പോയിൻറ്റ് ചെയ്യാവുന്നത്. ജഡ്ജിമാരും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്റേഴ്സും ഗവർണേഴ്സും എല്ലാവരും. അപ്പോൾ ഇങ്ങനെ ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഏതാനും ഫാമിലീസ്, ഏതാനും ആളുകളുടെ അതിൻ്റെ ഏതാനും ആളുകളുടെ ഒരു കൺട്രോളിലായി, അല്ലെങ്കിൽ പണ്ടേ തൊട്ടുണ്ടായിരുന്നത് പൂർണ്ണമായിട്ടും അതായത് 99.99% ബാർ ഈസ് ഔട്ട് സൈഡ്. നമ്മൾ പറയില്ലേ. അല്ല, അപ്പം ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം അപ്പം 2 സാധനത്തിനിടയിൽ പെട്ടിരിക്കുകയാണ്, അല്ലേ? അതായത് ഒന്ന് സ്വാതന്ത്ര്യത്തിനും സുതാര്യതയ്ക്കും,
ഇതിന് രണ്ടിലും ഇടയിലും പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലല്ല നിലവിലുള്ളത്. കാരണം ഈ കൊളീജിയം എന്ന് പറയുന്നത് എന്താണ്, അത് കുറച്ചും കൂടി സ്വാതന്ത്ര്യം തരും എന്നുള്ളതാണ് വാദം. അത് ഏത് സ്വാതന്ത്ര്യം? രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യം. പക്ഷെ അങ്ങ് പറയുന്നു അതിൽ സുതാര്യതയില്ല, നെപ്പോട്ടിസം വരുന്നു, കുടുംബക്കാരെ നിയമിക്കുന്നു. അപ്പോൾ ഇതിൽ രണ്ടിനിടയിലും പെട്ടിരിക്കുകയാണ്. അല്ല, ഞാൻ സിമ്പിളായിട്ട് പറയാം. കൊളീജിയത്തിനകത്ത് ഇപ്പോൾ എല്ലാവരും കൊളീജിയത്തിൻ്റെ ദോസ് ഹു സപ്പോർട്ട് കൊളീജിയം സേ that the current collegium, the collegium has put up totally failed because Modi government now controls the appointment എന്ന് അവർ പറയുന്നത്, ഞാൻ പറയുന്നതല്ല. അപ്പോൾ കൊളീജിയം കൊണ്ട് if the collegium was established by rewriting the constitution, I should say a coup, a judicial coup, the power was of the executive was assumed to themselves. അങ്ങനെ ജുഡീഷ്യറി കൈയടക്കും അധികാരം. എന്നിട്ട് വന്നത് എന്താണ്? ഇപ്പോൾ ആക്ഷേപം എന്താണ്? കൊളീജിയത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ പറയുന്ന കൊളീജിയം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ എന്താ പറഞ്ഞ, നമ്മൾ ഈ പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അപ്പം ഇത് നമ്മുടെ കൊളീജിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജസ് അപ്പോയിൻറ്റ് ദംസെൽസ്, ദേ അപ്പോയിൻറ്റ് കിത്താനിക്കിൻ. അപ്പോൾ അവരൊരു നമ്മുടെ നേച്ചർ ഓൾസോ ഡസൻറ്റ് അലൗ ഇൻബ്രീഡിങ്. ഇല്ല, ഇൻബ്രീഡിങ് അനുവദിക്കുന്നില്ല, അത് സിസ്റ്റം നശിക്കും. അപ്പോൾ ജുഡീഷ്യറിയുടെ കറപ്ഷൻ, അത് ലെഡ് ടു കറപ്ഷൻ. ഇപ്പോൾ ഒരു ജസ്റ്റിസ് വർമ്മയുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇത്രയും നോട്ട് കണ്ടെടുത്തു, എന്നിട്ട് അപ്പോൾ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ ആരെങ്കിലും ഏതെങ്കിലും ജഡ്ജി സംസാരിച്ചു? ഇല്ല. ഈ കപിൽ സിബലോ അങ്ങനെയുള്ള ആരെങ്കിലും സംസാരിച്ചു? സുപ്രീം കോടതി ബാർ അസോസിയേഷൻ സംസാരിച്ചു? ഒരു മനുഷ്യനും സംസാരിച്ചില്ല. ഒരു മനുഷ്യൻ, ഐ ആം ദി ഓൺലി പേഴ്സൺ ഹു ഫയൽഡ്, ഐ വെന്റ് ടു സുപ്രീം കോടതി 3 times ഇതിനെതിരെ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എഫ്ഐആർ. ഞാൻ ജസ്റ്റിസ് വർമ്മ കുറ്റക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കോടിക്കണക്കിന് രൂപ കോമ്പൗണ്ടിൽ നിന്ന് കത്തുകയാണ്, ജഡ്ജിയുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന്, ഔട്ടേഴ്സിൽ നിന്ന് കത്തുക. അതിനെപ്പറ്റി ഒരു എഫ്ഐആർ രജിസ്റ്റർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ്ടേ? ജസ്റ്റിസ് വർമ്മ പറഞ്ഞ എന്താണ്? ആരോ പ്ലാൻ ചെയ്തതാണ്. പ്ലാൻ ചെയ്യാനാണ് തീർച്ചയായിട്ടും അന്വേഷിക്കണം, ആരായോ പ്ലാൻ ചെയ്ത്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഡൽഹി ഹൈക്കോടതി ബാർ അസോസിയേഷൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഈ ജുഡീഷ്യറി, നമ്മുടെ കോടതികളിലുള്ള ജഡ്ജിമാരൊക്കെ രാഷ്ട്രീയക്കാരുടെ പിടിയാളന്മാരാണെന്നാണോ അങ്ങ് പറയുന്നത്? ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ അപ്പോൾ ഞാൻ BJP കാരനെന്ന് വിചാരിക്കാം, BJP ഗവൺമെൻറ് എന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ 40 വയസ്സുകാരനാണെന്ന് വിചാരിക്കാം, അപ്പോയിൻറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, ഞാൻ അബ്സല്യൂട്ട്ലി ഫ്രീ. ഗവൺമെൻറ് ഒരു കടന്നു 10 വർഷം കഴിയുമ്പോഴേക്കും വേറെ നാളെ കോൺഗ്രസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഗവൺമെൻറ് ആയിരിക്കും. ഇപ്പോഴത്തെ ജഡ്ജിമാരെ എല്ലാവരും കോൺഗ്രസ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തവരാണ്. അപ്പം അവരുടെ ലോയൽറ്റി എന്നൊക്കെ പറയുന്നത് എത്ര ലോയൽറ്റിയാണ്? മാക്സിമം എത്രയാണ്? 1 വർഷം 2 വർഷം, അത് കഴിഞ്ഞാൽ ലോയൽറ്റി ഒന്നുമില്ല. അപ്പോൾ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജഡ്ജിമാരെല്ലാം സർക്കാർ ജഡ്ജിമാരാകുന്നതെല്ലാം വലിയ അബദ്ധമാണ്. അങ്ങനെ കൊളീജിയം വരുന്നത് 1993 അല്ലേ? അതെ. നമുക്ക് ജഡ്ജിമാരെ പ്രീ കൊളീജിയം ജഡ്ജിമാരെയും പോസ്റ്റ് കൊളീജിയം ജഡ്ജിമാരെയും നമ്മൾ കമ്പയർ ചെയ്യാം. പ്രീ കൊളീജിയം ജഡ്ജിമാരെ പറ്റി ആക്ഷേപമൊന്നുമില്ല. അവരാരും സർക്കാർ ജഡ്ജിമാരാണെന്നൊരു ആക്ഷേപം ഉണ്ടായിട്ടില്ല. അന്നേരം ഏതായിരുന്നു സിസ്റ്റം? അവർ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നു. ബോഡീസ് ഏതൊക്കെയായിരുന്നു അപ്പോയിൻമെന്റ് ബോഡീസ്? അപ്പോയിൻമെന്റ് പ്രസിഡന്റ്, ക്യാബിനറ്റ്, പ്രൈം മിനിസ്റ്റർ. ക്യാബിനറ്റ് എന്ന് പറഞ്ഞാലും പ്രൈം മിനിസ്റ്റർ, ലോ മിനിസ്റ്റർ, ചീഫ് ജസ്റ്റിസ്, കൺസൾട്ടേറ്റ്. അന്നും ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഒരു ലിസ്റ്റ് കൊടുക്കും. അപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ എനിക്ക് അപ്പോൾ ജഡ്ജിമാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഏക്കാൻ്റെ സമയത്ത് ഒരു ലേബർ ഒരു ലോയറെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏക്കാൻ്റെ പേരൊന്നും പറഞ്ഞില്ല. അപ്പം ചീഫ് ജസ്റ്റിസ് ഹാഡ് സംബഡി ഇൻ ഹിസ് മൈൻഡ്. അപ്പോൾ ഏക്കാനി ഓൾസോ ഹാഡ് സംബഡി ഇൻ ഹിസ് മൈൻഡ്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ലേബർ ലോയർ വേണമെന്ന് പറഞ്ഞപ്പോൾ MP മേനോനെ അപ്പോയിൻറ്റ് ചെയ്തു. ഏക്കാൻ്റെ മനസ്സിലുണ്ടായിരുന്ന വേറൊരു ലേബർ ലോയറായിരുന്നു. അപ്പം അവിടെ അപ്പോയിൻമെൻറ്റിനകത്ത് പ്രാക്ടിക്കലി ചീഫ് ജസ്റ്റിസിനും ആയിരുന്നു മേജർ റോൾ. പക്ഷേ പ്രിൻസിപ്പിൾ, in reality the chief justice had a major role. In principle everything was done by the government. പക്ഷെ അന്നേരം ആക്ഷേപമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ 5-6 കേസിനകത്താണ് ഗവൺമെൻറ് ഒരു ഇൻ്റർഫിയർ ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ നോമിനി അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്നുള്ള ആശയം വന്നത്. ഇപ്പോൾ ഗവൺമെൻറ് നോമിനി അപ്പോയിൻറ്റ് ചെയ്യുന്ന VR കൃഷ്ണയ്യർ.
ഇന്ത്യയുടെ ഒരു മിനിറ്റ്, ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന വി ആർ കൃഷ്ണയ്യരെ ഏറ്റവും വലിയ ജഡ്ജിയായിട്ട് നമ്മൾ കരുതുന്നു. വി ആർ കൃഷ്ണയ്യർ എല്ലാം പൊളിറ്റിക്കൽ റീസണിൽ വന്നതാണ്. ഇന്ദിരാഗാന്ധി അങ്ങനെ ഡൽഹിയിൽ പോയി ലോ കമ്മീഷൻ ചെയർമാനായി അങ്ങനെയാണ് സുപ്രീം കോടതിയിലേക്ക് വരുന്നത്. ഹി വാസ് എ ഗവൺമെൻറ് നോമിനി. ഓൺലി ബിക്കോസ് ഓഫ് ദി ഗവൺമെൻറ് ഹി ബിക്കം എ ചീഫ് ജസ്റ്റിസ് ഓഫ് ദി വി ആർ കൃഷ്ണയ്യർ. അങ്ങനെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇംഗ്ലണ്ടിലാണ് ജഡ്ജിമാരെല്ലാം പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അതായത് നമ്മുടെ രാഷ്ട്രീയത്തെ എത്രയോ കാലങ്ങളായിട്ട് കോടതികളെ സ്വാധീനിക്കുന്നുണ്ട് എന്നല്ലേ? അത് ഹെൽത്തിയാണ്. ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരും രാഷ്ട്രീയ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും വേണം ജഡ്ജ് ചെയ്യാൻ. എല്ലാ രാഷ്ട്രീയക്കാരും വൃത്തിയോട്ടവരാന്ന് പറയല്ലേ. നമ്മൾ ഇംഗ്ലണ്ടിലെ സിസ്റ്റം കണക്കാക്കുക, അവിടെ എല്ലാ ജഡ്ജിമാരും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള. അപ്പോൾ ജഡ്ജിമാർക്ക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം. പൊളിറ്റീഷ്യൻസ് ആയതുകൊണ്ട് ഒരു തകരാറുമില്ല. ഇപ്പോൾ ഞാൻ പൊളിറ്റീഷ്യനാണ്, എന്നെ നാളെ ജഡ്ജിയാക്കി, BJP ജഡ്ജിയാക്കി, ഞാൻ നാളെ BJPയുടെ സെർവൻ്റായിട്ട് നിൽക്കുക. നട്ടിലുള്ളവരെ അപ്പോയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതായത് ഒരു ജഡ്ജിമാരെ അപ്പോയിൻമെൻറ്റിനകത്ത് അങ്ങ് പറയുന്നത് കൊളീജിയത്തിൽ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ പറ്റില്ല എന്നതാണോ അങ്ങയുടെ പ്രശ്നം? നോ, കൊളീജിയം ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ബന്ധുക്കളെയും മിത്രങ്ങളെയും. ഞാൻ എത്രയും പച്ചയായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്നാ പറഞ്ഞോട്ടെ, നിങ്ങൾ ചോദിക്കുന്നത് ബന്ധുക്കളെയും ഞാൻ പറയാം. എങ്ങനെയാ കൊളീജിയം എങ്ങനെ അപ്പോയിൻറ്റ്? പലരുടെ കേസ് പറയാം. ചീഫ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ്, സോറി, അങ്ങനെ മോനെ DY ചന്ദ്രചൂഡ് ജഡ്ജിയാക്കണം. അങ്ങനെ പേര് അയച്ചു കഴിയുമ്പോൾ ബോംബെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോയിൻമെൻറ്റ് നടന്നില്ല. അങ്ങനെ KR നാരായണൻ്റെ അടുത്ത് YV ചന്ദ്രചൂഡ് തന്നെ പോയി. അങ്ങനെ KR നാരായണനെ കണ്ടാണ് മോന് അപ്പോയിൻമെൻറ്റ് ശരിയാക്കുന്നത്. അതിപ്പോൾ ഇത് ഡോക്ടർ ചന്ദ്രശേഖർ ധർമാധികാരിയുടെ പുസ്തകത്തിനകത്ത് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വേർഷനല്ല. ഇനി ചീഫ് ജസ്റ്റിസ് ഗവായി എന്നെ സമ്മതിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, നീ രാഷ്ട്രീയത്തിൽ പോകണ്ട, നീ ജഡ്ജിയാകുന്നത്. അപ്പോൾ അങ്ങനെ ഗവായിയുടെ അപ്പം കണക്കാക്കി, ചീഫ് മിനിസ്റ്ററായിരുന്നു, വർഷം കണക്കാക്കി. ഇപ്പോൾ 40 വയസ്സിൻ്റെ മോൻ ഹൈക്കോടതി ജഡ്ജി ആയിക്കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആവും. അതുപോലെ SA ബോബ്ഡെ, എല്ലാവരും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അവർ അച്ഛന്മാർ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. ഒരു ദീപക് മിശ്ര, എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ആളാണ് ചീഫ് ജസ്റ്റിസ് ഠാക്കൂർ, ജസ്റ്റിസ് ഠാക്കൂർ, TS ഠാക്കൂർ. അപ്പോൾ അങ്ങനെ അച്ഛൻ ജഡ്ജായിരുന്നു. അങ്ങനെ അച്ഛനാണ് കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജിയാക്കിയത്. ഇപ്പം കാശ്മീരിൽ നിന്നുള്ള, ജമ്മു കാശ്മീരിൽ നിന്നുള്ള. അപ്പോൾ അങ്ങനെ അപ്പോയിൻമെൻറ്റ് നേരത്തെ, അപ്പോൾ അപ്പനെ എല്ലാം സ്കീം ചെയ്തിട്ടാണ് മോനെ നേരത്തെ അപ്പോയിൻറ്റ് ചെയ്തു. 45 വയസ്സിന് മുമ്പിൽ അപ്പോയിൻറ്റ് ചെയ്താലേ നിങ്ങൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ നിങ്ങൾ കൊളീജിയത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ ഈ കൊളീജിയം ഇവിടെ എല്ലാ ഹൈക്കോടതിയിലും കൊളീജിയം നോക്കിയുള്ളൂ. ഈ ചീഫ് ജസ്റ്റിസുമാരെല്ലാം ജഡ്ജിമാരുടെ മക്കളെ രാഷ്ട്രീയക്കാരൻ്റെ മകനാണ്. മെറിറ്റോറിയസ് ആയിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ ലോയേഴ്സ് അവർ ജഡ്ജി ആവുന്ന എപ്പോഴാണ്? 50 കഴിയും. അവരൊന്നും സീനിയോറിറ്റി വരില്ല. എനിക്ക് തോന്നുന്നു 40 വയസ്സിന് താഴെയുള്ള ആളുകളെ പോലും സീനിയർ ജഡ്ജിമാരാക്കി നിയമിക്കുന്നുണ്ട് അല്ലേ? ഇല്ലില്ല, അത് സീനിയർ അഡ്വക്കേറ്റാണ്. അത് വേറൊരു വലിയ കറപ്ഷൻ, ഒരു മാൽ പ്രാക്ടീസ്, അത് വേറെ പക്ഷേ അതിനെ നമ്മൾ 10 മിനിറ്റോ 15 മിനിറ്റോ ഇടയ്ക്ക് നമുക്കിത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതേപ്പറ്റി കൊളീജിയത്തെ പറ്റി ഒന്ന് നമ്മൾ പ്രാക്ടിക്കൽ വശം മാത്രം പറഞ്ഞാൽ പോരാ, കോൺസ്റ്റിറ്റ്യൂഷൻ വശവും പറയണം. അത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ റീറൈറ്റ് ചെയ്യാനാണ്. അത് ജഡ്ജിമാർ കോൺസ്റ്റിറ്റ്യൂഷൻ റീറൈറ്റ് ചെയ്ത് അവർ തന്നെ കൊളീജിയം ഉണ്ടാക്കി, അവർ തന്നെ സ്വന്തക്കാരെ അപ്പോയിൻറ്റ് ചെയ്തു. അത് ലെഡ് ടു കറപ്ഷൻ. ആൻഡ് നോട്ട് ഓൺലി കറപ്ഷൻ, it went in denial of equal opportunity to more deserving first generation lawyers. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് നമ്മൾ വി ദി പീപ്പിൾ, നമ്മൾ പാർലമെൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ പാർലമെൻറ്റിനെ കുറച്ചെങ്കിലും ബഹുമാനിക്കണം. പാർലമെൻറ്റ് റെപ്രസെൻറ്റ് വി ദി പീപ്പിൾ, ദി ബോത്ത് ഹൗസ് ഓഫ് ദി പാർലമെന്റ്. ഇതിലിപ്പോൾ സീനിയർ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഇത് കൊടുക്കുന്നുണ്ടല്ലോ, അത് വേറെ വിഷയമല്ലേ? അത് യഥാർത്ഥത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് കൊടുക്കുന്നത്? സീനിയർ ഡെസിഗ്നേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ്, അത് കറപ്ഷനാണ്. അതായത് മോനെ സീനിയർ ആക്കുക, അപ്പോൾ സീനിയർ അഡ്വക്കേറ്റിന് ഗെറ്റ് എ ബെറ്റർ ഫീ. അപ്പോൾ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഇപ്പോഴും അതെ, കുറേ ഏതാനും ഫാമിലീസിന്, ഇറ്റ് ഈസ് ഓൾ കൺട്രോൾ ബൈ എ ഫ്യൂ ഫാമിലീസ് ഓഫ് ലോയേഴ്സ് ആൻഡ് ജഡ്ജസ്. അപ്പം മറ്റുള്ളവരെല്ലാം അകത്ത് നിർത്താനും തങ്ങളുടെ മക്കൾക്ക് പ്രാമാണ്യം ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ് സീനിയർ ഡെസിഗ്നേഷൻ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് മനു സിംഗ് 34 വയസ്സിൽ 2-3 വർഷം പ്രാക്ടീസ് ആക്കിയേ ഉള്ളൂ, സീനിയർ അഡ്വക്കേറ്റ് ആക്കി, നരിമാൻ്റെ മോനെ ആക്കി.
എല്ലാവരെയും ഏത് ജഡ്ജിയുടെ മോനാണ് 40 വയസ്സിൽ താഴെ സീനിയർ അഡ്വക്കേറ്റ് ആകത്ത്? ഞാൻ ഒരു പ്രാവശ്യം ചണ്ഡീഗഡിൽ പോയപ്പോൾ ചോദിച്ചു, കൊച്ചു പയ്യൻ നമ്മുടെ സീനിയർ അഡ്വക്കേറ്റ് ആണ്. നോക്കി കഴിഞ്ഞപ്പം ജസ്റ്റിസ് അശോക് ബാറിൻ്റെ മകനാണ്. അങ്ങനെയാണ് എല്ലാവരും. അപ്പോൾ ഒരു പ്രത്യേക ഒരു കാറ്റഗറി ഉണ്ടാക്കി, മാർക്കറ്റ് ഉണ്ടാക്കി, അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു. സി ജഡ്ജിമാർ ദേ ഹെൽപ്പ് ഈച്ച് അതർ. They are a close, it's a close society. A few lawyers and judges, they control. PL മുഖേന ജനാധിപത്യം ഇല്ലെന്നായി. കോടതിക്ക് ഒരു അധികാരമില്ലാത്ത കാര്യങ്ങളിൽ കോടതി തീരുമാനിക്കുന്നു, ഗവൺമെൻറ്റിനെ മൂക്കേറിടുന്നു. പാർലമെൻറ്റ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു എ ഇൻഫീരിയർ ട്രൈബ്യൂണൽ. ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പാർലമെൻറ്റ് എന്ന് പറയുന്ന ആരാ? നമ്മളാണ്. ഇപ്പോൾ NJS പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞപ്പം ഇറ്റ് റെപ്രസെൻറ്റ് ദി പീപ്പിൾ. നമ്മളെല്ലാം പാർലമെൻറ്റ് സിംബോളിക്കായിട്ട് പ്രസൻ്റാണ്. നമ്മുടെ അനുവാദത്തോടെയാണ് ഈ നിയമം ഉണ്ടാക്കിയത്. അതുകൊണ്ട് അത് നമ്മളെ എല്ലാം ബാധിക്കുന്ന നിയമമാണ്. ഈ കൊളീജിയം ഉണ്ടാക്കി ജഡ്ജ്മെൻറ്റ് എഴുതിയപ്പോൾ നമ്മളാരും കോടതിയില്ല, നമ്മളെ ആരെയും കേട്ടില്ല, നമ്മളാരും അറിഞ്ഞില്ല. നിയമം ഉണ്ടാക്കാൻ അധികാരം അവർക്ക് ഇല്ല. ഇനി ഉണ്ടെന്ന് വെച്ചാൽ തന്നെ അപ്പം ഇറ്റ് ഈസ് ബിഹൈൻഡ് അവർ ബാക്ക്. അതുകൊണ്ട് ഭരണഘടനാപരമായിട്ട് നിയമപരമായിട്ട് ഇതിലിപ്പോൾ 2015 ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ആക്ട് വരുന്നത്. 2015 അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നു. അത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ട്രൈക്ക് ഡൗൺ ചെയ്തത്. ഏറ്റവും വലിയ തമാശ അത് 10 മിനിറ്റ് 15 മിനിറ്റ് അല്ല, യഥാർത്ഥത്തിൽ അത് എന്തുകൊണ്ടാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നത്? NJC അത് പറഞ്ഞ വലിയ തമാശയാണ്, പറയുന്ന സമയം വേണം. മനസ്സിലായില്ലത്? ഈ PAയിലും ബേസിക് സ്ട്രക്ചർ തിയറിയും ഒക്കെ എല്ലാം ശരിയാണ്. ജഡ്ജ്മെൻറ്റ്സ് ഓഫ് ദി സുപ്രീം കോടതി ഇസ് ദ ലാ ഓഫ് ദി ലാൻഡ്. സുപ്രീം കോടതി ഉണ്ടാക്കുന്ന ജഡ്ജ്മെൻറ്റ് രാജ്യത്തെ നിയമമാണെന്നൊക്കെ ആളുകൾ ധരിച്ചു വെച്ച് ഇതൊക്കെ കോളേജുകളിൽ പഠിപ്പിക്കുന്നത്. അതൊക്കെ അത് തെറ്റാണെന്ന് പറയാൻ കുറച്ച് സമയം എടുക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവർ പറഞ്ഞു, കേശവാനന്ദ ഭാരതി പറഞ്ഞു, ബേസിക് സ്ട്രക്ചർ തിയറി ചുരുക്കി പറയാൻ പറ്റുന്ന കാര്യമല്ല. ബേസിക് കേശവാനന്ദ ഭാരതി പറഞ്ഞു, ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി അമെൻഡഡ്. മൗലികാവകാശങ്ങൾ എടുത്തു കളയാം, പക്ഷേ ബേസിക് സ്ട്രക്ചർ ഒരു കോടതിക്കും ഒരു പാർലമെൻറ്റ് ഇല്ലെന്നാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് 5 ലക്ഷം പേജോടെ 5 ലക്ഷം വാക്കുകൾ 1000 പേജ് ജഡ്ജ്മെൻറ്റ് എഴുതി. ഇതെന്നെ എഴുതുന്ന വായിച്ചവർ വള്ളക്കുറവ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേശവാനന്ദ ഭാരതിക്ക് മുമ്പ് കോടതിയിൽ പോകുന്നതിന് ഞാൻ കോടതിയിൽ പോകാനും പറയും, എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് കാരണം ജയിലിലാണ്, അല്ലെ എൻ്റെ പ്രോപ്പർട്ടി പോയി. കേശവാനന്ദ ഭാരതിക്ക് ശേഷം പറയും, എൻ്റെ ഒരു റൈറ്റും ഇൻഫ്രിഞ്ച് ചെയ്തിട്ടില്ല, ഇതേ രാജ്യത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ താഴെ വീഴുന്നു. അപ്പോൾ ഞാൻ ആ ജഡ്ജിക്ക് ചോദിക്കും, നീ ഈ ബേസിക് സ്ട്രക്ചർ താഴെ വീണാൽ നിൻ്റെ എന്തെങ്കിലും റൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്തോ? നിൻ്റെ റൈറ്റ് ഒന്നും ഇൻഫ്രിഞ്ച് ചെയ്തില്ലെങ്കിൽ നിനക്ക് ശരീരത്തിൽ ഈ ബേസിക് സ്ട്രക്ചർ തിയറി എന്താ? അതാ ഞാൻ പറയുന്നത്. ബേസിക് സ്ട്രക്ചർ തിയറി എന്ന് പറയുന്നത് അസംബന്ധമാണ്, ശുദ്ധ അസംബന്ധമാണ്. ബേസിക് ജൂറിസ്പ്രുഡൻസ് എതിരാണ്. നിയമം അറിയില്ലാത്ത കൊണ്ട് എഴുതി വെച്ചതാണ്. അങ്ങനെ പറയുന്നതിന് അങ്ങേറ്റം എളിമയോടെ ഞാൻ പറയുന്നത്. അതായത് ആർക്കാ കോടതിയിൽ പോകാൻ പറ്റുക? ഇനി പേഴ്സൺ റൈറ്റ് ഈസ്, എൻ്റെ അവകാശങ്ങൾ ലംഘിച്ചാൽ കോടതിയിൽ പോകാം. റൈറ്റ് റെമഡി ഫോറം. അവകാശം ഒന്നും ലംഘിച്ചില്ലേ കോടതിയിൽ പോകാൻ പറ്റില്ല. കേശവാനന്ദ ഭാരതിക്ക് ശേഷം ബേസിക് സ്ട്രക്ചർ തിയറി വന്നു. അതോടെ എനിക്ക് കോടതിയിൽ പോകാം, എൻ്റെ ഒരു അവകാശവും നഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കൊരു ഇഞ്ചുറി ഉണ്ടായിട്ടില്ല. ഞാൻ കോടതിയിൽ പോകുന്നു, ജഡ്ജി ചോദിക്കുന്നു എന്താ ഇവിടെ കാര്യം? ഉടനെ പറയുന്നു, പ്രശാന്ത് ഭൂഷൺ പറയുന്നു ബേസിക് സ്ട്രക്ചർ ഹാസ് ഇൻഫ്രിഞ്ച്. അപ്പോൾ ഒരു ജഡ്ജിയും ചോദിക്കുന്നില്ല, ബേസിക് സ്ട്രക്ചർ തകർന്ന് വീണിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ, നിനക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ലെങ്കിൽ നീ എന്തിനാണ് വിഷമിക്കുന്നത്? ബേസിക് സ്ട്രക്ചർ തകർന്നോട്ടെ. ഇനി ബേസിക് സ്ട്രക്ചർ തകർന്ന് നിനക്ക് ഇഞ്ചുറി ഉണ്ടായി, നിൻ്റെ റൈറ്റ് ടു ഫ്രീഡം, നിങ്ങളുടെ പ്രോപ്പർട്ടി പോയി, ഫ്രീഡം പോയി, അല്ലെ അങ്ങനെയാണെങ്കിൽ അത് പറ, എൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് നഷ്ടപ്പെട്ടു, അല്ലെ എൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു എന്നാണ് അത് പറ, നിൻ്റെ ഇഞ്ചുറി പറ. അപ്പോൾ ഇത് അസംബന്ധമാണ്. ഈ അസംബന്ധമാണ് നമ്മുടെ ഇത് കൊട്ടിഘോഷിക്കുന്ന കേശവാനന്ദ ഭാരതി ബേസിക് സ്ട്രക്ചർ തിയറി. തീർച്ചയായും അങ്ങ് പറയുന്നത് ബേസിക് സ്ട്രക്ചർ തിയറി അസംബന്ധമാണ് എന്നാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കൊളീജിയം സിസ്റ്റം പോലും നിലവിൽ വന്നിരിക്കുന്നത്. അതെ, അതിനകത്ത് അപ്പോൾ ഇപ്പോൾ കൊളീജിയം സിസ്റ്റം വന്നെങ്ങനെയാണെന്ന് വളരെ ചുരുക്കി പറഞ്ഞാൽ, ബേസിക് സ്ട്രക്ചർ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഇസ് എ ബേസിക് സ്ട്രക്ചർ. അതിനെപ്പറ്റി ആർക്കും തർക്കിക്കാൻ പറ്റില്ല. ആ ബേസിക് സ്ട്രക്ചർ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറഞ്ഞ ബേസിക് സ്ട്രക്ചറിൻ്റെ കോറ്
ഈ അപ്പോയിൻമെൻറ്റ്സിലാണ്, ജഡ്ജിമാരെ എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിലാണ്. അല്ലാതെ ജഡ്ജി ആയ ശേഷം എങ്ങനെ കൃത്യം നിർവഹിക്കുന്നുള്ള അല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ജഡ്ജി ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല, ഇമ്പീച്ച് ചെയ്യാനല്ലാതെ ജഡ്ജിക്ക് അബ്സല്യൂട്ട് ഫ്രീഡമുണ്ട്. ആ കോർ ഓഫ് ദി അപ്പോയിൻമെൻറ്റ്സ് എവിടെയാണ്? ചീഫ് ജസ്റ്റിസിൻ്റെ ഒപ്പീനിയൻ അതിൻ്റെ പ്രൈമസി ഉണ്ടെങ്കിൽ മാത്രമേ ആ കോറ് സംരക്ഷിക്കപ്പെടുന്നുള്ളൂ. ആ ചീഫ് ജസ്റ്റിസ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ഒപ്പീനിയൻ അല്ല, ഇത് പ്ലൂരാലിറ്റി ഓഫ് ദി ജഡ്ജസിൻ്റെ ഒപ്പീനിയനാണ്. പ്ലൂരാലിറ്റി ഓഫ് ദി ജഡ്ജസിൻ്റെ ഒപ്പീനിയൻ എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്? അത് കൊളീജിയത്തിലൂടെയാണ്. അപ്പോൾ കൊളീജിയം ആണ് ബേസിക് സ്ട്രക്ചർ എന്ന് വന്നു. അപ്പോൾ ഈ NJC കേസിനകത്ത് പറഞ്ഞു കൊളീജിയം ബേസിക് സ്ട്രക്ചറാണ്. അപ്പോൾ അതിനെ ബേസിക് സ്ട്രക്ചർ ഇല്ലാതാക്കുന്ന ഒരു നിയമവും പാർലമെൻറ്റിന് ഉണ്ടാക്കാൻ അധികാരമില്ല. അതുകൊണ്ട് സെക്കൻഡ് ജഡ്ജസ് കേസിൻ്റെ വിധിക്കെതിരെ വിധിയെ അസാധുവാക്കാൻ വേണ്ടിയാണ് NJC കേസ് കൊണ്ടുവന്നത്, NJC പാസ്സാക്കിയത്. അതുകൊണ്ട് NJC അസാധുവാണ് ഇന്ന് ഇത്രയും പരിഹാസ്യമായ ഒരു റീസണിങ് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ പിന്നെ എന്നെ കൂടാതെ പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? നഷ്ടപ്പെടാൻ കാരണം ഈ NJCക്കകത്ത് 2 സാധാരണ മനുഷ്യരുണ്ട്. അതാ കാരണം പറയുന്നത്. സാധാരണ മനുഷ്യർ ഈ NJCക്കകത്ത് 6 പേരാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് എൻ്റെ ചെയർമാൻ. പിന്നെ സീനിയർ മോസ്റ്റ് 2 ജഡ്ജസ്. അപ്പോൾ 6ൽ 3 പേര് ജഡ്ജിമാരാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ NJC എന്ന് പറയുന്നത് തന്നെ ഒരു മിനി കൊളീജിയം തന്നെയാണ്. ഈ 3 ജഡ്ജിമാരെ കൂടാതെ 2 സിവിൽ സൊസൈറ്റി മെമ്പേഴ്സ് ഉണ്ട്, എമിനന്റ് മെൻ. അവരെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ചീഫ് ജസ്റ്റിസ്, പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ. ഇവർ 3 പേരും കൂടി ചേർന്ന് ഈ 2 പേരെ തിരഞ്ഞെടുക്കും. ഇത് കൂടാതെ 6ാമത്തെ ആളാണ് ലോ മിനിസ്റ്റർ. ഇപ്പോൾ ലോ മിനിസ്റ്ററിൻ്റെ പ്രസിഡന്റിനെ പറ്റി വലിയ തകരാറ് പറയാനില്ല. കാരണം ലോ മിനിസ്റ്റർ ഗവൺമെൻറ്റിനെ ആരെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഡെമോക്രസിയാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 2 പേര് ജഡ്ജിമാരോട് ഇരുന്നാൽ അത് ജഡ്ജിമാരുടെ അന്തസ്സിന് ചേരുന്നതല്ല. ഔട്ട്സൈഡേഴ്സാണ് NJC ജഡ്ജ്മെൻറ്റിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പേര്. ഈ ഔട്ട്സൈഡേഴ്സ് ഇരിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ ബേസിക് സ്ട്രക്ചർ ഇടിഞ്ഞ് തകർന്നു പോയത്. അതുകൊണ്ട് നിയമം അസാധുവാക്കി. എത്രയോ പരിഹാസ്യമാണെന്ന് നോക്കി. ഇന്ത്യയിലെ ജനങ്ങൾ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ, ഇരുസഭകളും പാർലമെൻറ്റ് ഇരുസഭകളും 16 അസംബ്ലികളും റാറ്റിഫൈ ചെയ്ത അത് ബിൽ ഓഫ് ദി പീപ്പിൾ. നമ്മൾ ഡെമോക്രസി ആണെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അവരുടെ അഭിപ്രായം നമ്മുടെ അഭിപ്രായമാണ്, അല്ല നമ്മുടെ അഭിപ്രായമാണ് അവരുടെ അഭിപ്രായം. അവർ നമ്മളിലൂടെ നമ്മുടെ അഭിപ്രായം. തീർച്ചയായിട്ടും അത് വ്യക്തമാണ്, അങ്ങ് പറഞ്ഞത് വ്യക്തമാണ്. ഇപ്പം പുതുതായിട്ട് വന്ന നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് ഇത്തരത്തിൽ ഇപ്പം കഴിഞ്ഞ ദിവസം വാക്കാലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പരിഗണിക്കുന്നതായിരിക്കും. അതായത് NJC കൊണ്ടുവരണോ എന്ന കാര്യം പരിഗണിക്കുന്നതായിരിക്കും. അത് അദ്ദേഹത്തിൽ പ്രതീക്ഷയുണ്ട്. ഇത് ഞാൻ പറയട്ടെ, ഇത് കൊളീജിയം അവസാനിപ്പിക്കാനേ സാധിക്കത്തില്ല. കൊളീജിയം ഹാസ് ടു എൻഡ്. അത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ടുഡേ ഓർ ടുമാറോ. കാരണം അതിനൊരു ലീഗൽ ഫൗണ്ടേഷൻ ഇല്ല, മോറൽ ഫൗണ്ടേഷൻ ഇല്ല, ആൻഡ് ഇൻ പ്രാക്ടീസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി പ്രൂവ്ഡ് ടു ബി എ ടോട്ടൽ ഫെയിലിയർ. കൊളീജിയത്തെ സപ്പോർട്ട് ചെയ്യുക, അതായത് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ട, ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് വേണ്ട പരിഷ്കാരം എന്ന് പറയുന്നത് ഈ കൊളീജിയത്തെ എടുത്തു കളയുക എന്നതാണ്. ഒരുപാട് പരിഷ്കാരങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ കൊളീജിയം, സീനിയർ ഡെസിഗ്നേഷൻ, ഓപ്പൺ വീഡിയോ റെക്കോർഡിംഗ് കോർട്ട് പ്രൊസീഡിങ്സ്, ട്രാൻസ്ഫർ ജഡ്ജസ്, അതിലൊക്കെ പ്രധാനമായിട്ടുള്ളതാണ് ഈ ആർട്ടിക്കിൾ 32, 226 ഒക്കെ അബോളിഷ് ചെയ്ത് സിവിൽ കോർട്ടിന് പ്രാധാന്യം കൊടുക്കുക. ഈ വിഷയത്തിൽ നേരത്തെ മുതലേ കോടതി കേസുമായിട്ട് പോകുന്നുണ്ട്. ഏറ്റവും ആദ്യം ഇന്ത്യയിൽ ഈ കൊളീജിയൻ സിസ്റ്റത്തിനെതിരെ രംഗത്ത് വരുന്നത് അങ്ങാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മാത്രമേ അങ്ങേറ്റം എളുപ്പമായിട്ട് പറയട്ടെ, ഞാൻ മാത്രമേ ഈ കൊളീജിയത്തെ എതിർത്തുകൊണ്ടും NJC വേണമെന്നും ഓപ്പൺ സെലക്ഷൻ വേണമെന്നും. ഇപ്പം നമ്മൾ പറയുന്നത് എന്താ, ആരെ സെലക്ട് ചെയ്യുന്നു, ആരാണ് സെലക്ട് ചെയ്യുന്നതല്ല എൻ്റെ വിഷയം, ആരെ സെലക്ട് ചെയ്യുന്നു, എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഈ വേക്കൻസീസ് അഡ്വർടൈസ് ചെയ്യണം. നമ്മൾ IAS IPS ഓഫീസർ സെലക്ട് ചെയ്യുന്നില്ല, വേക്കൻസീസ് അഡ്വർടൈസ് ചെയ്യണം. അതിനകത്ത് ഒരു 45 വയസ്സിന് 50 വയസ്സിന് ഇടയ്ക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം, ഇൻവിറ്റേഷൻ അപ്ലൈ ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അത് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ എങ്ങനെയാണ് സ്ക്രീൻ ചെയ്യാമെന്ന് നമുക്ക് അന്നേരം നോക്കാം. തീർച്ചയായും അതിനുശേഷം ഇതിപ്പം വലിയൊരു ഡിബേറ്റായി മാറിയിരിക്കുന്നത്, ഒരുപാട് പേര് ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേര് രംഗത്ത് വരുന്നു. ഞാൻ ചോദിക്കുന്നത്,
ഈ NJSC-ക്ക് വേണ്ടിയിട്ടാണോ അങ്ങ് അടിസ്ഥാനപരമായിട്ട് വാദിക്കുന്നത്? NJSC in the current form or a improved form. ഇപ്പോൾ ഈ കേസിന്റെ അപ്ഡേഷൻ എന്താ, നിലവിൽ ഇപ്പം എന്താ സ്ഥിതി? അങ്ങനെ കേസ് അങ്ങനെ ലിസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ അടുത്ത് ഞാൻ പെറ്റീഷൻ നമ്പർ 1005/2022 അങ്ങനെ കോടതി എൻ്റെ അടുത്ത് 5 പ്രാവശ്യം 2 വർഷം അങ്ങനെ ജോയിൻ ചെയ്യുന്ന തുടങ്ങി അങ്ങനെ റിട്ടയർ ചെയ്യുന്നവരെ ഞാൻ 5 പ്രാവശ്യം 5-6 പ്രാവശ്യം പറഞ്ഞു. എല്ലാ പ്രാവശ്യവും പറഞ്ഞു ഞാൻ ലിസ്റ്റ് ചെയ്യാം ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു. അവസാനം ആരും അറിയാതെ രജിസ്ട്രാറെ കൊണ്ട് ഈ 1005/2022 എന്ന് പറഞ്ഞ പെറ്റീഷൻ രജിസ്ട്രാറെ കൊണ്ട് ഡീരജിസ്റ്റർ ചെയ്തു. എന്നിട്ട് രജിസ്ട്രാറെ കൊണ്ട് ഡിസ്മിസ് ചെയ്തു. ഇത് പബ്ലിക് റെക്കോർഡിലുള്ള കാര്യമാണ്. നിങ്ങൾ ഗൂഗിളിൽ നോക്കൂ, സുപ്രീം കോടതി വെബ്സൈറ്റ് നോക്കൂ. മാത്യൂസ് നെടുമ്പാർ ആൻഡ് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അതിനകത്ത് റിട്ട് പെറ്റീഷൻ നമ്പർ ഓഡിയൻസിന് വെക്കാം 1005/2022. ആ റിട്ട് പെറ്റീഷൻ അങ്ങനെ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ അത് ഡീരജിസ്റ്റർ ചെയ്യിച്ചു. രജിസ്ട്രാർ എന്ന് പറയുന്ന കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് പറയുന്നതനുസരിച്ച് ചെയ്യുന്ന ഒരാളാണ്, സബോർഡിനേറ്റ് ആണ്. അങ്ങനെ കൊണ്ട് അത് ഡീരജിസ്റ്റർ ചെയ്ത് അത് ഡിസ്മിസ് ചെയ്തു. ജസ്റ്റിസ് ഖന്ന അത് തന്നെ ചെയ്തു. ജസ്റ്റിസ് ഖന്ന ഞങ്ങളുടെ പെറ്റീഷൻ ഫയൽ ചെയ്തു. പിറ്റേ ദിവസം നോക്കി കഴിഞ്ഞപ്പോൾ പെറ്റീഷന് ഡോഡ്ജ് ഒരു ഫർദർ പ്രൊസീഡിങ്സ് ഇല്ല. അപ്പോൾ സുപ്രീം കോടതി ഒരു ഓപ്പൺ മൈൻഡ് ഇതുവരെ കാണിച്ചിട്ടില്ല. ജസ്റ്റിസ് ഗവായുടെ ഞങ്ങൾ പെറ്റീഷൻ ഫയൽ ചെയ്ത്, കാരണം അങ്ങനെ തന്നെ അങ്ങനെ അച്ഛൻ ഗവർണറായ ആ രീതിയിൽ വന്ന ആളാണ്. അപ്പോൾ അതിന് കൊളീജിയത്തോട് NJOC-യോടൊക്കെ അവസാനം ഒരു NJOC-യെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ധാരണ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ജസ്റ്റിസ് ചന്ദ്രചൂഡും ജസ്റ്റിസ് ഖന്നയൊക്കെ ചെയ്ത പോലെ തന്നെ ഇതിന് നിരന്തരമായിട്ട് ഇത് എതിർക്കുകയല്ലാതെ ഒരു പോസിറ്റീവായിട്ടൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മളെ കോടതികളെയും നിയന്ത്രിക്കുന്നത് അവസാനം പറയുകയാണെങ്കിൽ, നിർത്തുമ്പം പറയുകയാണെങ്കിൽ കുടുംബാധിപത്യമാണ് അല്ലേ? അബ്സല്യൂട്ട്ലി യെസ്. കുടുംബാധിപത്യം. അതിന് ഇപ്പോൾ കോടതിയെ സംബന്ധിച്ച് കറപ്ഷൻ വലിയ ഇഷ്യൂ ആണ്. പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നൊരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് പല വിധികളും പുറത്തു വരുമ്പോൾ, സുപ്രധാനപ്പെട്ട പല വിധികളും അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, പ്രത്യേകിച്ചും 2014 ശേഷം കോടതികൾക്ക് മേലുള്ള വിശ്വാസം, ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതായിരിക്കുന്നു. നമ്മൾ ഇത്തരം ഈ വിധിയെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. കാരണം അത് ആർക്കോ വേണ്ടിയിട്ട്, ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് വേണ്ടിയിട്ട്, BJP-ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് വിധി പറയാനാണ് ജഡ്ജിമാർ ഇരിക്കുന്നത് എന്ന് പറയുന്ന വിമർശനം. ഇത് വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു മേജർ ഇഷ്യൂ അല്ല. കോടതിയിലെ ജോലി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കാര്യങ്ങൾ തീരുമാനിക്കുകയല്ല. അതൊരു കോടതി ജുഡിസിക്ഷൻ ഇല്ലാത്തൊരു കാര്യമാണ്. കോടതിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കേസുകൾ തീരുമാനിക്കുക. അത് നടക്കുന്നില്ല. ക്രിമിനൽ അപ്പീൽസൊക്കെ 10-20 വർഷമായിട്ട് പെൻഡിങ് ആണ് പല കോടതികളും. ജയിലിലുള്ള ആൾ കൺവിക്റ്റ് ആയാലും അയാൾ മരിക്കുന്നു, അങ്ങനെ മരണശേഷം കേസ് ഇല്ലെന്നാവുന്നു. അങ്ങനെയാണ്. അപ്പോൾ വക്കീലെന്നുള്ള ഇത് നമ്മുടെ പത്രക്കാരുമൊക്കെ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ പറ്റി ഒക്കെയാണ് വലിയ പ്രാധാന്യമായിട്ട് കാണുന്നത്. പക്ഷേ പ്രാക്ടീസിങ് ലോ എന്നുള്ള രീതിയിൽ അതൊക്കെ വളരെ ഒരു പ്രാധാന്യം. ഞാൻ പറഞ്ഞത് ഒരു വിധി എടുക്കുമ്പോൾ അതിൽ ഇത്തരത്തിലുള്ള ബയാസ്ഡ് വരുന്നുണ്ട്. അല്ല, നമ്മൾ അതിനേക്കാൾ ഏറ്റവും വലിയ വിഷയമാണ് ഈ സാധാരണ ആളുകളുടെ കേസുകൾ കേൾക്കുക. പെൻഡിങ് ആണ് ഒരുപാട്. ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുന്നത് 1% പോലും ഇല്ല. ഈ 99.99 കേസുകൾക്കകത്ത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഇല്ല. ഈ പൊളിറ്റിക്കൽ ഇഷ്യൂ എല്ലാം വരുന്ന ഈ മൈനർ PA എന്ന് പറയുന്ന കേസാണ്. അതല്ല, ഞാൻ PA തന്നെ നിൽക്കുന്നതല്ല, അതിനകത്ത് മാത്രമേ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുന്നു. ഒരു അഡ്വക്കേറ്റ്, പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്, ഞാനൊരു അങ്ങേറ്റ ഇവനോട് പറഞ്ഞാൽ കോടതി കേസ് സാധാരണ ആളുകളുടെ കേസ് നടന്ന വക്കീലാണ്, അല്ല PA-യിലൂടെ നടക്കുന്ന ആളല്ല. അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ കോടതി വരുന്നവർക്ക് അവർക്ക് റിലീഫ് കിട്ടണം, അത് കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഒരുപാട് റിഫോംസ് ആവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊളീജിയം സിസ്റ്റത്തെ എടുത്തു കളയാന്നുള്ളത്. കൊളീജിയം സിസ്റ്റം അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിനേക്കാളും അത് അത്ര തന്നെ പ്രാധാന്യമാണ് ഈ സീനിയർ ഡെസിഗ്നേഷൻ സിസ്റ്റം എടുത്തു കളയുക. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമെടുക്കും. പിന്നീട് ഈ ആർട്ടിക്കിൾ 226 തന്നെ എടുത്തു കളയുക, സിവിൽ കോഡിനെ സ്ട്രെങ്തൻ ചെയ്യുക. അതായത് ഇതൊക്കെ ഒരുപാട് ഇംപ്ലിക്കേഷൻ ഉള്ള കാര്യം, ഒറ്റ പറയാൻ പറ്റില്ല. മറ്റൊരു ഇന്റർവ്യൂവിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാം. 226-ന്റെ പ്രകാരം ഡിസ്ക്രിഷണറി ജുറിസ്ഡിക്ഷൻ, ഈ കോടതിക്ക് അധിക ഡിസ്ക്രിഷൻ കൊടുക്കുന്ന ജുറിസ്ഡിക്ഷൻ നല്ലതല്ല. എന്തായാലും അങ്ങ് അവസാനമായിട്ട് പറയുന്നത് കുടുംബാധിപത്യത്തിൽ നിന്ന് കോടതിയെ വിമോചിക്കണം, അതാണ് അങ്ങയുടെ ആവശ്യം അല്ലേ? എല്ലാ സാധാരണക്കാർക്ക് നീതി കിട്ടണം. അത് സാധാരണക്കാരുടെ മക്കൾ ജഡ്ജിമാരായാൽ
മാത്രമേ നീതി കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല സാധാരണക്കാരുടെ മക്കൾ ജഡ്ജിമാരായാലും അവരും അക്കൗണ്ടബിൾ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ബിൽ ഇപ്പോൾ ഒരു ജഡ്ജിൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയധികം തീ ആളി കത്തുന്നു, നോട്ടുകൾ കത്തുന്നു, ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല. FIR രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നാണ് ജഡ്ജിമാർ എഴുതി വെച്ചേക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അവസാനിക്കുന്നതെന്ന് വെച്ചാൽ അക്കൗണ്ടബിലിറ്റി. ഇപ്പോൾ ജുഡീഷ്യൽ റിഫോംസ് വളരെയധികമാണ്. ഞങ്ങളുടെ നാഷണൽ ലോയേഴ്സ് ക്യാമ്പയിൻ്റെ അജണ്ടയുണ്ട്. ഞങ്ങളുടെ NLC.org.in അല്ല എനിക്ക് എൻ്റെ വെബ്സൈറ്റ് ഉണ്ട് നെടുമ്പാറ.com. അപ്പോൾ ഈ വേരിയസ് സബ്ജക്ട്സിനെ പറ്റി ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. തീർച്ചയായിട്ടും.